മെയ് 14 യേശു നേരിട്ട് തൻ്റെ 12 പേരുടെ ശിഷ്യഗണത്തിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടവനല്ല വിശുദ്ധ മത്തിയാസ്. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിനു വേണ്ടി ശിഷ്യഗണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ യൂദാസിന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു അവശ്യമായിട്ടുള്ള വസ്തുതയായിരുന്നു. യേശുവിന്റെ തിരുവുത്ഥാനം കഴിഞ്ഞതിനു ശേഷം ശിഷ്യന്മാർക്ക് നിർവഹിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്ന് അതായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുവേണ്ടി യേശുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അധ്യക്ഷതയിൽ ശിഷ്യപ്രമുഖനായ പത്രോസിന്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാരെല്ലാവരും ഒന്നിച്ചുകൂടിയിരിക്കുന്നു. അവർക്ക് നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട ദൗത്യം ശിഷ്യന്മാരുടെ ഗണത്തിൽ ഒഴിവു വന്നിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് തക്കതായിട്ടുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണം. ആ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി അവര് അനുധാവനം ചെയ്ത ആ രീതി വളരെ ശ്ലാഘനീയവും പ്രായോഗികവും അനുകരണ അർഹവുമായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുകരിക്കേണ്ടതുമായിട്ടുള്ള ഒരു രീതിയായിട്ട് അനുഭവപ്പെടുന്നു. മാതാവിന്റെ അധ്യക്ഷതയിൽ ചേർന്നിരിക്കുന്ന ആ സമൂഹം ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്. അവരുടെ എല്ലാമായി കരുതപ്പെട്ടിരുന്ന യേശുവിനോട് ഇങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചത്: കർത്താവേ, ഹൃദയങ്ങളെപ്പോലും തിരിച്ചറിയാൻ സാധിക്കുന്ന നിന്റെ തിരിച്ചറിവാണ് ഞങ്ങളിലൂടെ പ്രാവർത്തികമാകേണ്ടത്. നിന്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ ഒഴിവു വന്നിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ള വളരെ ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള ജോലി ഞങ്ങൾക്ക് നിർവഹിക്കാനുണ്ട് എന്ന് നിനക്കറിയാം. നിന്റെ മനസ്സിന് അനുഗുണമായിട്ടുള്ള ഒരു വ്യക്തിയെ ഞങ്ങളുടെ ബലഹീനമായിട്ടുള്ള പ്രവർത്തന ശൈലിയിൽ കൂടെ അത് തിരഞ്ഞെടുക്കപ്പെടണം. സമൂഹത്തിൽ ആദരണീയരായിട്ട് കരുതപ്പെടുന്ന 2 വ്യക്തികളാണ് ഈ തിരഞ്ഞെടുപ്പിനായിട്ട് നിന്റെ മുമ്പിൽ ഞങ്ങൾ വയ്ക്കുന്നത്. ഒന്ന്, യൂസ്തൂസ് എന്ന നാമത്തിൽ അറിയപ്പെടുന്നതും ബർണബാസ് എന്ന അപരനാമത്താൽ വിളിക്കപ്പെടുന്നതും ആയിട്ടുള്ള യൗസേപ്പ്. അദ്ദേഹം സമൂഹത്തിൽ ആദരണീയനും ബഹുമാന്യനുമായിട്ട് കരുതപ്പെടുന്ന വ്യക്തിയാണ്. നിന്റെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഇടവന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. മറ്റേ വ്യക്തിയാണ് മത്തിയാസ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി. ഇവര് 2 പേരെയും നിന്ന് നീ യഥാർത്ഥത്തിൽ ആരെയാണ് ശിഷ്യന്മാരുടെ സമൂഹത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ കൂടി വെളിപ്പെടുത്തപ്പെടണമേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ കുറിയിടുകയാണ്. കുറി വീണത് മത്തിയാസിന്റെ പേരിലായിരുന്നു. അങ്ങനെ മത്തിയാസിനെ ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുകയും എണ്ണപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മത്തിയാസ് ശിഷ്യന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നത്. മത്തിയാസിനെ യേശു തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള രീതിയിലാണല്ലോ പിന്നീടുള്ള എല്ലാ ചിന്താരീതിയും ധാരണകളും സഭയിലും തുടർന്നും അങ്ങോട്ട് നിലനിന്നു വരുന്നത്. മത്തിയാസ് തന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്വം തനിക്ക് സാധിക്കുന്ന അത്ര പൂർണ്ണതയോടുകൂടെ നിറവേറ്റാൻ ഇടവന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് പിന്നീട് മനസ്സിലാക്കുന്നത്. ഒരു പ്രത്യേക രീതിയിൽ ശിഷ്യന്മാരുടെ സമൂഹത്തിലേക്ക് എടുക്കപ്പെട്ട വിശുദ്ധ പൗലോസിന്റെ സഹകാരിയായിട്ട് ബർണബാസ് എന്ന് വിളിക്കപ്പെടുന്ന മത്തിയാസ് പിന്നീട് പ്രവർത്തന നിരതമാകുന്നത് നാം കാണുന്നുണ്ട്. അദ്ദേഹം കൂടുതൽ യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഇടവന്നത് കപ്പദോച്ചിയയിലും കാസ്പിയൻ കടൽ തീരത്തുമായിരുന്നു. അങ്ങനെ അദ്ദേഹം എത്തോപ്യയിൽ വെച്ചാണ് യേശുവിന്റെ ആദർശങ്ങൾക്ക് വേണ്ടി, മൂല്യങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ ഇടവന്നത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ പ്രത്യേക വിധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസിന്റെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്.